പുരുഷന്മാരും ഒഴിവാക്കിയാലും ശരി ആ സുന്നത്ത് ഒഴിവാക്കപ്പെടാവതല്ല എന്ന് നബവി ഇമാം റഹിമഹുള്ളയെ പോലുള്ളവർ രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാൻ സാധിക്കും. ആ ഒരു തത്വത്തിൽ നിന്നുകൊണ്ട് നാം മതത്തെ പഠിക്കുകയും അതിൽ എന്താണോ പ്രമാണയോഗ്യമായി ഉള്ളത് അത് മാത്രം സ്വീകരിക്കുകയും അല്ലാത്തതൊന്നും സ്വീകാര്യമല്ല എന്ന് ബോധ്യപ്പെടുകയും ചെയ്താൽ ഈ വിഷയത്തിൽ വളരെ വേഗത്തിൽ നമുക്ക് തീരുമാനമാക്കാൻ കഴിയുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. യഥാർത്ഥത്തിൽ തവസ്സുൽ എന്ന പദപ്രയോഗം ഖുർആനും സ്വഹീഹ് ഹദീസിലും ധാരാളമായി പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. ചെറിയൊരു വിശദീകരണം അതുമായി ബന്ധപ്പെട്ട ആമുഖമായി നൽകട്ടെ. അള്ളാഹും റസൂലും പല സ്ഥലങ്ങളിലായി പ്രയോഗിച്ച പ്രയോഗമാണ് തവസ്സുൽ എന്ന്. ഞാൻ ഓതി വെച്ച സൂറത്ത് മാഇദയിലെ ആയത്തും അതാണ് പരിചയപ്പെടുത്തുന്നത്. ഇത്തഖുല്ലാഹ വബ്തഗൂ ഇലൈഹിൽ വസീല. റഹ്മാനായ റബ്ബിലേക്ക് നിങ്ങൾ വസീല ആഗ്രഹിക്കണം, വസീല തേടണമെന്ന് ഖുർആൻ പരിചയപ്പെടുത്തി. ആ വസീല എന്താണ് എന്ന് ഖുർആന് കൊണ്ടും ഹദീസ് കൊണ്ടും ശേഷം അതിൽ വിശദീകരിച്ച പണ്ഡിതന്മാരുടെ ഗ്രന്ഥങ്ങൾ കൊണ്ടുമൊക്കെ നാം പഠിക്കാൻ തയ്യാറാകുമ്പോൾ ബോധ്യമാകുന്നത് അൽ ഖുർബ് വത്ത്വാഅ അൽ ഇബാദാത്ത് എന്നൊക്കെയാണ് മുഫസ്സിറുകൾ അതിന് വ്യാഖ്യാനം നൽകിയത്. റഹ്മാനായ റബ്ബിലേക്ക് അടുക്കാൻ ഉപയുക്തമായ ഇബാദത്തുകൾ, ഖുർബത്തുകൾ, വിശുദ്ധമായ ത്വാഅത്തുകൾ, പുണ്യകർമ്മങ്ങൾ എന്നൊക്കെയാണ് വ്യാഖ്യാനം നൽകപ്പെടുന്നത്. അത് ഇസ്ലാം അനുവദിച്ച തവസ്സുലാണ് താനും. അതേപോലെ റഹ്മാനായ റബ്ബിന്റെ നാമങ്ങൾ വെച്ചുകൊണ്ട് റഹ്മാനായ റബ്ബെ, ഗഫൂറായ റബ്ബെ, റഹീമായ റബ്ബെ എന്ന് വിളിച്ചുകൊണ്ട് ദുആ ചെയ്യൽ അള്ളാഹ്ക്ക് ഇഷ്ടമാണ്, ഉത്തരം ചെയ്യാൻ എളുപ്പമാണ്. അതും ഒരു അംഗീകരിക്കപ്പെട്ട തവസ്സുലാണ്. അതേപോലെ മറ്റൊരാളോട് ദുആ ചെയ്യുക, മറ്റൊരാൾക്ക് വേണ്ടി ദുആ ചെയ്യുക എന്നുള്ളതും തവസ്സുലിന്റെ ഭാഗമാണ്. ഒരാൾക്ക് ശിഫ കിട്ടാൻ വേണ്ടി മറ്റൊരാൾ ദുആ ചെയ്യുന്നു എന്നുള്ളത്, സഹോദരന്റെ ദുആ കൊണ്ടുള്ള റഹ്മാനായ റബ്ബിലേക്കുള്ള സാമീപ്യം നേടുക എന്നത് അതും അംഗീകരിക്കപ്പെട്ട ഒരു തവസ്സുലാണ്. എന്നാൽ പിൽക്കാലത്ത് ജൂതക്രിസ്തീയ സമ്പ്രദായങ്ങളെ അതേപോലെ പിൻപറ്റാൻ ശ്രമിച്ചതിന്റെ ഫലമായി ചില മേഖലകളിൽ തെറ്റായ ചില തവസ്സുലുകൾ കയറി വന്നു. അതിന് തെളിവില്ല എന്ന് വന്നപ്പോൾ ദഈഫും മൗദൂഉമായ അഥവാ ദുർബലവും നിർമ്മലവുമായ സംഭവങ്ങളെ പൊക്കിക്കൊണ്ടുവന്ന് അത് പർവ്വതീകരിച്ച് അത് തെളിവായി അവതരിപ്പിച്ചുകൊണ്ട് അതൊക്കെയാണ് ഇസ്ലാം പഠിപ്പിച്ചത് എന്ന് സ്ഥാപിക്കാൻ ചില ആളുകൾ ശ്രമിക്കുന്ന സാഹചര്യം ലോകത്തുണ്ടായി. ആ കൂട്ടത്തിൽ കയറി വന്ന ഒന്നാണ് ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ടുള്ള തവസ്സുൽ എന്ന് സാന്ദർഭികമായി ഓർമ്മിപ്പിക്കട്ടെ. ഇങ്ങനെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് തേടാൻ തെളിവുണ്ടാക്കിയ കൂട്ടത്തില് ഏറ്റവും അങ്ങേ അറ്റം വരെ ഉണ്ടാക്കിയതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ആദം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടക്കം അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് തവസ്സുലാക്കിയിട്ടുണ്ട്, പ്രവാചകന്റെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് തേടിയിട്ടുണ്ട് എന്നൊക്കെയുള്ള പ്രചാരണങ്ങൾ നാട്ടിൽ നടക്കുന്നത്. യഥാർത്ഥത്തിൽ മൗലിദ് കിതാബിൽ ആരോ എഴുതി വെച്ച ഒരു ശുദ്ധമായ കളവ്, അത് ന്യായീകരിക്കാൻ വേണ്ടി ഇല്ലാത്ത സംഭവങ്ങളെ, സ്ഥിരപ്പെടാത്ത സംഭവങ്ങളെ പർവ്വതീകരിച്ച് സ്ഥിരപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്നതാണ് യഥാർത്ഥത്തിൽ ഇതിന്റെ വസ്തുത. അലാ ഹുവല്ലദീ തവസ്സല ബിഹി ആദമെന്ന് മൗലിദ് കിതാബിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. ആദം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് തവസ്സുലാക്കി എന്ന് മൗലിദ് കിതാബിൽ പല സ്ഥലത്തും പരാമർശിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത് ശരിയാണ് എന്ന് സ്ഥാപിക്കൽ നമ്മുടെ പല ഉസ്താദുമാർക്കും ആവശ്യമായി വന്നു. കാരണം ഈ മൗലിദാണല്ലോ പലപ്പോഴും എല്ലാത്തിനേക്കാളും മികച്ചതായി പലരും കാണുന്നത്. അതുകൊണ്ട് അതിനുള്ള പ്രയോഗം ശരിയാണെന്ന് സ്ഥാപിക്കേണ്ടി വന്നു. അതിനാണ് ദുർബലമായ സ്ഥിരപ്പെടാത്ത റിപ്പോർട്ട് ഇമാം ഹാക്കിം ഉദ്ധരിച്ച, ഹാക്കിം മാത്രമല്ല ഇമാം ബൈഹഖിയും അതേപോലെ ഇബ്നു അസാക്കിറും അതേപോലെ ഇമാം തുബ്രാനിയും ഒക്കെ ഉദ്ധരിച്ച ഒരു റിപ്പോർട്ട്, എല്ലാം ഏകദേശം ഒരേ പരമ്പരയിൽ തന്നെ ഉദ്ധരിക്കപ്പെട്ടത്. എന്നാൽ സ്വഹീഹാണ് എന്ന് മുസ്ലിം ലോകത്ത് അംഗീകരിക്കപ്പെടാവുന്ന അതല്ലെങ്കിൽ വാക്കിന് വിവരിപ്പിക്കപ്പെടാവുന്ന ഒരു ഇമാമെങ്കിലും പറഞ്ഞുവോ എന്ന് ചോദിച്ചാൽ കൃത്യമായി പറയാൻ കഴിയാത്ത വിധം അത്രയേറെ പണ്ഡിതന്മാർ ഏകോപിച്ച് ദുർബലമാണെന്ന് പറഞ്ഞ, ദഈഫാണെന്ന് പറഞ്ഞ, ഒരു വേള മൗദൂആണെന്ന് പോലും ബാത്തിലാണെന്ന് പോലും പറഞ്ഞ ഒരു റിപ്പോർട്ട് നിരർത്ഥകമാണ്, നിർമ്മിതമാണ്, പിൽക്കാലത്ത് ആരോ ഉണ്ടാക്കി പ്രചരിപ്പിച്ചതാണ് എന്ന് വരെ ഈ വിഷയമായി അഭിപ്രായം രേഖപ്പെടുത്തിയ പണ്ഡിതന്മാരുണ്ട്. ദുർബലമാണ് എന്ന് ഒട്ടനേകം പണ്ഡിതന്മാർ ഈ ഹദീസുമായി ബന്ധപ്പെട്ട് വിശദീകരിച്ചിട്ടുണ്ട്. നേരത്തെ ആമുഖം പറഞ്ഞ സുഹൃത്ത് എന്നെ കാണാമെന്നപ്പോഴും ഈ വിവരങ്ങളൊക്കെ വിശദമായി അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു. അപ്പോഴാണ് ഇത്തരം ചർച്ചയിലേക്ക് വേദി ഒരുക്കിയത്. അൽഹംദുലില്ലാ. ഏതായിരുന്നാലും ഇങ്ങനെ മുസ്ലിം ലോകത്ത് എത്രത്തോളം എന്ന് വെച്ചാൽ ഹദീസ് ഉദ്ധരിച്ച പണ്ഡിതന്മാര് പോലും, ഈ ഹദീസ് ആരാണോ ഉദ്ധരിച്ചത് ആ പണ്ഡിതന്മാര് പോലും ഒന്നുകിൽ ദഈഫാണ് എന്ന് തുറന്നു പറഞ്ഞ, അതല്ലെങ്കിൽ സ്വഹീഹായ ഹദീസാണ് എന്ന് കൃത്യമായി പറയാൻ ധൈര്യം കാണിക്കാത്ത ഒരു റിപ്പോർട്ട്, അതാണ് ഒരു അഖീദയുടെ വിഷയത്തിൽ തെളിവായിട്ട് യഥാർത്ഥത്തിൽ ഇവർ കൊണ്ടു നടക്കുന്നത്. ഇവർ അശ്അരികളായ ആളുകളുടെ അസ്ലു എന്ന യഥാർത്ഥത്തിൽ മുതവാത്തിറായ ഹദീസ് ഉണ്ടെങ്കിൽ അഖീദയ്ക്ക് പറ്റൂ എന്നാണ് പലയിടത്തും എഴുതി വെച്ചത്. അതേ ആളുകളാണ് ദഈഫായ അല്ലെങ്കിൽ മൗദൂആണെന്ന് പോലും അഭിപ്രായമുള്ള
ബാത്തിലാണെന്ന് പോലെ അഭിപ്രായമുള്ള ഒരു റിപ്പോർട്ട് വെച്ചിട്ട് തങ്ങൾ കൊണ്ടെടുക്കുന്ന ബിദ്അത്തായ പിൽക്കാലത്ത് ഉണ്ടായി വന്ന ഇസ്ലാമിക പ്രമാണങ്ങളിൽ തെളിവില്ലാത്ത അടിസ്ഥാനമില്ലാത്ത ഈ ഒരു സംഭവത്തെ തെളിവാക്കിക്കൊണ്ട് തങ്ങളുടെ ഈ ഒരു വാദം, തങ്ങളുടെ ബിദ്അത്തായ ഒരു പുത്തൻ വാദം, പ്രവാചകർക്ക് പരിചയമില്ലാത്ത, സ്വഹാബത്തിന് പരിചയമില്ലാത്ത, ഖുർആൻ പരിചയപ്പെടുത്തിയിട്ടില്ലാത്ത ഒരു പുത്തൻ വാദം സ്ഥാപിക്കാൻ ഇത്തരം ദുർബലമായ റിപ്പോർട്ടുമായി വരുന്നത് എന്നത് യഥാർത്ഥത്തിൽ വേദനാജനകമാണ്. അതുകൊണ്ട് മധ്യസ്ഥം സൂചിപ്പിച്ച പോലെ ഒരു സംവാദം എന്നതിലുപരി ആത്മാർത്ഥമായ ഒരു ചർച്ച ഈ വിഷയത്തിൽ നമ്മിൽ ആർക്കാണ് തെറ്റുപറ്റിയത്, ഞങ്ങളുടെ ഭാഗം തെറ്റാണോ, ഇൻഷാ അല്ലാഹ് ഞങ്ങൾ തിരുത്തി ഈ സമൂഹത്തോട് തുറന്നു പറയാൻ ഒരു പ്രയാസവുമില്ല എന്ന് ആവർത്തിക്കുകയാണ്. എന്നതുപോലെ നിങ്ങൾ ആ വിഷയത്തിൽ മനസ്സിലാക്കി വെച്ചെടുത്ത് വല്ല അബദ്ധവുമുണ്ട് തോന്നുന്നുവെങ്കിൽ അത് ആത്മാർത്ഥമായി തിരുത്താൻ റഹ്മാനായ റബ്ബിന്റെ ദീനാണ്, നമ്മുടെ ആരുടെയും സ്വന്തം വകയായി കൈകാര്യം ചെയ്യാവതല്ലോ. അതുകൊണ്ട് ആ നിലക്ക് ആത്മാർത്ഥമായി തെറ്റുണ്ടെങ്കിൽ അതിന് അബദ്ധം പറ്റിയതാണ്, അത് പഠിച്ചെടുത്തു വന്ന ഒരു അപാകതയാണ്, അത് ബോധ്യമായി എന്ന് നമ്മൾ രണ്ടു കൂട്ടരും ഈ സമൂഹത്തോട് പറയാൻ മനസ്സ് കാണിക്കേണ്ടതുണ്ട് എന്ന് കൂടി സൂചിപ്പിക്കുകയാണ്. കാരണം ആത്മാർത്ഥമായി ദീനിനെ സ്നേഹിക്കുന്ന, ഈ വിഷയത്തിൽ എന്താണോ ദീനിലുള്ളത് അത് ഞങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് മുമ്പിൽ നിൽക്കുന്ന ഒരു സമൂഹത്തോട് നമുക്കൊരു ബാധ്യതയുണ്ട്. അതുകൊണ്ട് ആത്മാർത്ഥമായ, മനസ്സറിഞ്ഞ, മുൻധാരണകളില്ലാത്ത വളരെ വ്യക്തമായ ഒരു ചർച്ച ഇൻഷാ അല്ലാഹ് റബ്ബിന്റെ തൗഫീഖ് കൊണ്ട് ഇവിടെ നടക്കട്ടെ. ഇമാം ഹാക്കിം മുദ്രിച്ച ഹദീസ് സ്വഹീഹാണോ അല്ലേ, ദുർബലമാണെങ്കിൽ എന്തുകൊണ്ട് ദുർബലം, സ്വഹീഹാണെങ്കിൽ എന്താണത് ന്യായമുള്ളത്, ആരാണത് വിശദീകരിച്ചത്, എവിടെയാണത് വന്നത്, ഈ വിഷയമായ കിതാബുകളിൽ എന്താണ് പരാമർശിക്കപ്പെട്ടത് എന്ന ആ ഒരു ഫ്രെയിമിൽ മാത്രം ഒതുങ്ങി നിന്നുകൊണ്ട് ചർച്ച ചെയ്താൽ ഇൻഷാ അല്ലാഹ് ഒരു അരമണിക്കൂർ കൊണ്ട് തന്നെ ഇതിൽ കൃത്യമായ കാഴ്ചപ്പാട് ഇവിടെ കൂടി എല്ലാവർക്കും ഇനി ഭാവിയിൽ ഇൻഷാ അല്ലാഹ് CD കേൾക്കുന്ന മുഴുവൻ ആളുകൾക്കും കിട്ടുമെന്നുള്ളത് തീർച്ചയായും ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്. ആ നിലക്ക് ഒരു മനസ്സ് തുറന്ന ചർച്ചക്ക് നമ്മളെല്ലാവരും സന്നദ്ധമാകണമെന്ന് മാത്രമാണ് സൂചിപ്പിക്കാനുള്ളത്. തവസ്സുലാണെങ്കിലും ഇസ്തിഗാസയാണെങ്കിലും മറ്റ് ഏത് വിഷയമാണെങ്കിലും അവിടെയൊക്കെ എന്താണോ ശരിയായ പ്രമാണങ്ങൾ സ്ഥിരപ്പെട്ടത് അത് മാത്രം അംഗീകരിക്കുകയും ദുർബലമായ, ലഈഫായ, മൗളൂആയ റിപ്പോർട്ടുകൾ അത് വലിച്ചെറിഞ്ഞ് ശരിയല്ലെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യലാണ് ശരിയായ നിലപാട് എന്ന് പറയേണ്ടതില്ലല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ ഓർമ്മിപ്പിച്ചത് മൻ റവാ അന്നി ഹദീസൻ യറാ അന്നഹു കദിബുൻ ഫഹുവ അഹദുൽ കദിബൈൻ എന്നാണല്ലോ. കളവാണെന്ന അഭിപ്രായമുള്ള റിപ്പോർട്ട് ആരെങ്കിലും എന്റെ പേരിൽ ഉദ്ധരിച്ചാൽ അവനും ആ കളവിന് കൂട്ടുനിന്നവൻ തന്നെയാണ് എന്ന് വ്യക്തമായ ഹദീസ് ഉണ്ടെന്നിരിക്കെ ഗൗരവമായി നാം കാണേണ്ടതുണ്ട്. യഥാർത്ഥത്തിൽ നേരത്തെ സുഹൃത്ത് പറഞ്ഞ പോലെ ഒരു അഭിപ്രായ വ്യത്യാസം പോലും ആവശ്യമില്ലാത്ത വിധം ഖുർആൻ തന്നെ എടുത്തു പറഞ്ഞു ആദം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ എന്താണ് എന്ന്. റബ്ബനാ വലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ എന്ന ആ പ്രാർത്ഥനാ വചനം തന്നെ യഥാർത്ഥ വിശുദ്ധ ഖുർആൻ എടുത്തു പഠിപ്പിച്ചു. ഇതാണ് അവർ പ്രാർത്ഥിച്ചത് എന്ന ആ പ്രാർത്ഥനയുടെ വാക്കുകൾ അങ്ങനെ തന്നെ ഖുർആൻ പറയുകയും ഫതലഖാ ആദമു മിർ റബ്ബിഹി കലിമാത്തിൻ ഫതാബ അലൈഹി ആദം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റഹ്മാനായ റബ്ബിൽ നിന്ന് ചില കലിമത്തുകൾ ഏറ്റുവാങ്ങി അതുപ്രകാരം തൗബ ചെയ്തപ്പോൾ ആ തൗബ സ്വീകരിച്ചുവെന്നും ഖുർആൻ തന്നെ സൂറത്ത് ബഖറയിലും സൂറത്ത് അഅറാഫിലുമായി മാറി മാറി പരാമർശിക്കുമ്പോൾ പിന്നെ അഭിപ്രായ വ്യത്യാസത്തിന് പോലും അവിടെ ഇടമില്ലാത്ത വിധം വ്യക്തമായി പറഞ്ഞു എന്താണ് ആ പ്രാർത്ഥന, ഏതാണ് ആ കലിമാത്ത് എങ്കിൽ ഖുർആൻ വ്യക്തമായി പരാമർശിച്ച ആ ദുആ ആണ് പ്രവാചകനായ ആദം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ചത് എന്നുള്ളത് ഖുർആനിന്റെ സ്ഥാനത്തിൽ തന്നെ ബോധ്യമാകുന്നു. സ്വഹീഹായ ഹദീസുകളിൽ ഇതുപോൽപരമായ ധാരാളം വിശദീകരണങ്ങൾ വരികയും ചെയ്യുന്നു. സ്വഹാബിമാരും താബികളും തബഉ താബികളും അടക്കമുള്ള ഖുർആൻ വ്യാഖ്യാതാക്കളിൽ പ്രമുഖരായ ഒട്ടനേകം ആളുകൾ ഈ രണ്ടായത്തുകളെ ക്രോഡീകരിച്ചുകൊണ്ട് ആദം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ദുആ ഈ ദുആ ആണ് എന്ന് വ്യക്തമായി രേഖപ്പെടുത്തി വെക്കുന്നു. അതെല്ലാം ഉണ്ടായിട്ടും അതെല്ലാം മാറ്റിവെച്ച് ഖുർആന്റെ ആയത്തിനെ മാറ്റിവെച്ച് തഫ്സീറുകളെ മാറ്റിവെച്ച് മുഹദ്ദിസുകളെ വാക്കിനെ മാറ്റിവെച്ച് പ്രവാചകന്റെയും സ്വഹാബത്തിന്റെയും താബികളുടെയും നടപടിക്രമങ്ങളെ മാറ്റിവെച്ച് സ്ഥിരപ്പെടാത്ത ലഈഫായ മൗളൂ ആണെന്ന് പോലും അഭിപ്രായമുള്ള ബാത്തിലാണെന്ന് പോലും രേഖപ്പെടുത്തപ്പെട്ട ഒരു സംഭവം പർവ്വതീകരിച്ച് അത് തെളിവായി കൊണ്ടുവന്ന് ഇതാണ് ഞങ്ങൾക്ക് തവസ്സുലിന്റെ തെളിവ് എന്നും പറഞ്ഞ് എന്തിനാണ് ഈ സമൂഹത്തെ കൊണ്ട് ഈ ബിദ്അത്തായ തെളിവില്ലാത്ത ഈ ഒരു വിഷയത്തിന് അവര് ഇതിന് പ്രോത്സാഹിപ്പിക്കുന്നത് എന്ന് എന്റെ സുഹൃത്തുക്കളോട് സ്നേഹബുദ്ധ്യ ചോദിക്കുകയാണ്. അതുകൊണ്ട് ആത്മാർത്ഥമായി ഈ വിഷയത്തിലുള്ള ഒരു പഠനത്തിന് ഈ ചർച്ച വേദിയാവട്ടെ. റഹ്മാനായ റബ്ബ് നമ്മെ എല്ലാം ഈ രംഗത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. നാം ചെലവഴിക്കുന്ന ഊർജവും സമയവും സ്വാലിഹായ അമലായി റഹ്മാനായ റബ്ബ് നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. വസ്സലാത്തു വസ്സലാമു അലാ ഖാതിമിൻ നബിയ്യീൻ
سيدنا ومولانا محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ألم نشرح لك صدرك ووضعنا عنك وزرك الذي أنقض ظهرك صدق الله العلي العظيم وقال النبي صلى الله عليه وسلم من أحدث في أمرنا ما ليس منه فهو رد أو كما قال سيدنا محمد رسول الله صلى الله عليه وسلم يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم واعلموا أمة سيدنا ومولانا محمد ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ പണ്ഡിതന്മാരെ, മാന്യ ശ്രോതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഒരുമിച്ചുകൂടി ഇവിടെ ചെലവാക്കുന്ന സമയങ്ങൾ മുഴുവനും അല്ലാഹുവിന്റെ വിശുദ്ധമായ ഇസ്ലാം മതത്തിനെ കുറിച്ച് വേണ്ടുന്നതുപോലെ പഠിക്കാൻ ഉപകരിക്കുന്ന ഒരു സദസ്സായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞ തനതായ ആശയം ഒരു മാറ്റിത്തിരുത്തലുകളും കൂടാതെ ലോകത്തിന്റെ നേതാവ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശദീകരിച്ച അതേ രൂപത്തിൽ മനസ്സിലാക്കി മരിക്കുന്നതുവരെ സുന്നത്ത് ജമാഅത്തിലാ ജീവിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഇവിടെ ഇങ്ങനത്തെ ഒരു സംവാദം നടക്കാനുള്ള കാരണം ആരും തന്നെ പറയേണ്ടതില്ല, സംഘാടകർ തന്നെ നിങ്ങളോട് ഓർമ്മപ്പെടുത്തി. അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഇവിടെ ആദ്യമായി ഉണർത്തിയ പണ്ഡിതൻ എന്ന് പറഞ്ഞത് എന്നോട് തന്നെ ചോദിച്ചിട്ടുള്ളത് ഞാൻ തന്നെയാണ്. ഈ സംവാദം ഫസ്റ്റ് മുതൽ അവസാനം വരെയുള്ള കണ്ണി ഞാൻ തന്നെയാണ്. എങ്കിൽ ഇവിടെ തെരഞ്ഞെടുക്കപ്പെട്ട വിഷയം കുറെ ചോദ്യങ്ങളുമായി ഇമ്രാൻ എന്ന എന്റെ ഫതുഹുൽ മുഈൻ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന എന്റെ ദർസിൽ പഠിക്കുന്ന ഒരു മുതഅല്ലിം, ആ മുതഅല്ലിമുമായി അഫ്സൽ എന്ന് പറയുന്ന ഒരു സഹോദരൻ പള്ളിയിലേക്ക് വരാറുണ്ട്, എന്റെ റൂമിലേക്ക് വരാറുണ്ട്. പല പല സംശയങ്ങളും ചോദിച്ചിട്ടുമുണ്ട്. അവസാനമായി ദർസ് പൂട്ടുന്നതിന്റെ മുമ്പായി, ശഅബാൻ 15 മുമ്പായി എന്നോട് ചോദിച്ച ഒരു സംഭവമാണ് അലാ ഹുവല്ലദീ തവസ്സല ബിഹി ആദം അലൈഹിസ്സലാം എന്ന വിശുദ്ധമായ മങ്കൂസ് മൗലിദിൽ ആരോ എഴുതിയതല്ല. കേരളത്തിൽ വിശുദ്ധ ഇസ്ലാം എന്താണെന്ന് പഠിപ്പിച്ച, കേരളത്തിലെ മക്ക എന്നറിയപ്പെടുന്ന പൊന്നാനിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന എത്രയോ കറാമത്തുകൾ കാണിച്ച ബഹുമാനപ്പെട്ട സൈനുദ്ദീനുൽ കബീരുൽ മഅബരി ഖദ്ദസല്ലാഹു സിർറഹ്, ബഹുമാനപ്പെട്ടവർ ഉണ്ടാക്കിയ, ആരോ ഉണ്ടാക്കിയതല്ല, അവരുണ്ടാക്കിയ പരിശുദ്ധമായ മങ്കൂസ് മൗലിദിൽ അലാ ഹുവല്ലദീ തവസ്സല ബിഹി ആദം എന്നൊരു വാക്കുണ്ടല്ലോ ഉസ്താദെ, അതിന് തെളിവുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇമാം ഹാക്കിം റളിയല്ലാഹു അൻഹു അൽ ഹാഫിള് എന്ന് ആർക്കും തർക്കമില്ലാത്ത അൽ ഹാഫിള് എന്ന സ്ഥാനപ്പേര് ആർക്കു കൊടുക്കും? ഇൻഷാ അല്ലാഹ് ചർച്ച ചെയ്യാം. അസ്സിഖത്ത് എന്ന വാക്ക് ആർക്കു കൊടുക്കും? അതൊക്കെ ഉസൂലുൽ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ ഇമാമിങ്ങൾ പരസ്പരം വൈരുദ്ധ്യമില്ലാതെ വ്യക്തമായി വിശദീകരിച്ചിട്ടുണ്ട്. അൽ ഹാഫിളു സിഖത്തു ഇമാം ഹാക്കിം റളിയല്ലാഹു അൻഹു തന്റെ മുസ്തദറക്കിൽ വ്യക്തമായി കൊണ്ട് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് തവസ്സുൽ ചെയ്തു എന്ന് പറഞ്ഞതിന്റെ പുറമെ അതേ ഹാക്കിം തങ്ങൾ തന്നെ പറയുന്നു ഈ ഹദീസ് സ്വഹീഹാണ്, ഈ ഹദീസ് സ്വഹീഹാണ്. പെറ്റ പെണ്ണു പറയാണ് എനിക്ക് വേദനയില്ല, കണ്ടുന്ന ഒത്താച്ച് പറയും നിങ്ങൾക്ക് വേദന ഉണ്ട്. ഇൻഷാ അല്ലാഹ് ചർച്ച ചെയ്യാം. ബഹുമാനപ്പെട്ട ഇമാം ഹാക്കിം തങ്ങൾ പറയുന്നു ഞാൻ ഉദ്ധരിച്ച ഈ ഹദീസ് സ്വഹീഹാണ്. അങ്ങനെ ഒരു ഹദീസ് പറഞ്ഞപ്പോൾ അഫ്സൽ തന്നെ പറഞ്ഞു, ഞാനൊന്നും മിണ്ടിയില്ല. നേരെ ചെന്നു ഫൈസൽ മൗലവിയുടെ ഹദ്റത്തിലേക്ക് ചെന്നു. അദ്ദേഹം അവിടുന്ന് കുറെ വിഷയങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. അത് എന്റെ ചെവിയിലേക്ക് എത്തുമ്പോഴേക്കും ഞാൻ ദർസ് പൂട്ടി നാട്ടിലേക്കെത്തി. നാട്ടിലെത്തിയതിന്റെ ശേഷം ഇവിടെയുള്ള സുഹൃത്തുക്കൾക്കൊക്കെ അറിയാം, റമദാൻ, വിശുദ്ധമായ റമദാനിൽ 5ാമത്തെ 6ാമത്തെ ദിവസം വന്നപ്പോ ഞാനൊരു ആവശ്യവുമായി ദുബൈയിലേക്ക് പോവുകയും ചെയ്തു. ആ ദുബൈയിൽ നിൽക്കുന്ന സമയത്താണ് ശരിക്ക് ഇങ്ങനെ ഒരു സംവാദമുണ്ട്, ഇവർ സമ്മതിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇമ്രാൻ എന്നെ വിളിക്കുന്നത്. ഡേറ്റ് ചോദിച്ചപ്പോൾ അതെ ഓഗസ്റ്റ് 10നോ 14നോ തയ്യാറാണെന്ന് പറഞ്ഞപ്പോൾ അന്ന് തന്നെ ഞാൻ പറഞ്ഞു ഓഗസ്റ്റ് 14 ഞാൻ തയ്യാറാണെന്നും അന്ന് തന്നെ ഞാൻ സ്വീകരിച്ചതാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഓഗസ്റ്റ് 14 അല്ലേ?
ഇന്ന് നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹഖായി മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്തി ബാത്തിലും പുത്തനാശയും അങ്ങനെ തന്നെ മനസ്സിലാക്കി അത് ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. പിന്നെ ഇനി ഇവിടെ കുറെ ദുർവ്യാഖ്യാനങ്ങളും ആദ്യം മനസ്സിലാക്കാനുള്ളത്, ആദ്യമായി വിട്ടിവിടെ ഓതിയ ആയത്ത് അത് സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങൾക്കുള്ള തെളിവാണ്. അത് എന്തിനാണ് ആദ്യം ഓതിയത് എന്ന് ജനങ്ങളെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ടാണ്. ആദ്യമായിട്ടൊരു ഹദീസ് നാം മനസ്സിലാക്കണം. മൻ തഫസ്സറൽ ഖുർആന ബിറഅയിഹി ഫൽയതബവ്വ മഖ്അദഹു മിനന്നാർ ഔ കമാ ഖാല സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. ആരെങ്കിലും വിശുദ്ധ ഖുർആനിനെ സ്വന്തമായി വ്യാഖ്യാനിച്ചാൽ ഫൽയതബവ്വ മഖ്അദഹു മിനന്നാർ, അവൻ നരകത്തിൽ ഒരു സീറ്റ് ഉറപ്പാക്കിക്കൊള്ളട്ടെ എന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി. ഇനി ഈ CD ഇറങ്ങുമ്പോ തൊട്ട് കഴിഞ്ഞു പോയി വിശ്വാവതരണത്തിൽ ആയത്തുകൾ എടുത്തിട്ട് സ്വന്തമായി അർത്ഥം വെച്ചു എന്നല്ലാതെ ഒരൊറ്റ ഇമാമ് പറഞ്ഞ അർത്ഥം ഇവിടെ ആരും വെച്ചിട്ടില്ല. സുന്നത്ത് ജമാഅത്തിന് അഹ്ലുകാർക്ക് അങ്ങനെ പറ്റൂല. ഒരായത്ത് ഞങ്ങൾ ഓതിയാൽ ആ ആയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് മഹത്തുക്കളായ സാത്വികരായ മുഫസ്സിരീങ്ങൾ എന്തർത്ഥം കൊടുത്തു, അതാണ് നാം വിശദീകരിക്കേണ്ടത്. ഇവിടെ ഓതപ്പെട്ട ആയത്ത് യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ് വബ്തഗൂ ഇലൈഹിൽ വസീല വജാഹിദൂ ഫീ സബീലിഹി ലഅല്ലകും തുഫ്ലിഹൂൻ എന്ന ഒരു ആയത്ത് ഓതിയിട്ട് ഈ ആയത്ത് കൊണ്ട് ഒരിക്കലും സ്ഥിരപ്പെടുത്താൻ കഴിയില്ല എന്ന് പറഞ്ഞു പോയാൽ മാത്രം പോരാ. ഈ ഹദീസ് വിശദീകരിച്ച ഇമാമിങ്ങൾ എന്തു പറഞ്ഞു നിങ്ങൾക്കറിയുമോ? ബഹുമാനപ്പെട്ട ഇമാമുന സുയൂത്തി റഹിമഹുല്ലാ നാം ഒന്നും അർത്ഥം വെക്കുന്നില്ല. യാ അയ്യുഹല്ലദീന ആമനു, ഓ സത്യവിശ്വാസികളെ, ഇത്തഖുല്ലാ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം. മാത്രം പോരാ, വബ്തഗൂ ഇലൈഹി, ആ അല്ലാഹുവിലേക്ക് നിങ്ങൾ തേടണം. അൽ വസീലത, വസീലയെ നിങ്ങൾ തേടണം. അത്രേ സുന്നികൾ പറയുള്ളൂ. എന്താ ഈ വസീല? എന്താണ് ഈ വസീല? ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി റഹിമഹുല്ലാ തഫ്സീറാ ഞാൻ പറയുന്നത്. ഇവിടെ സ്വന്തമായിട്ട് ആരും വ്യാഖ്യാനിക്കണ്ട.